Zombie apocalypse. അപ്പോൾ ഈ സൈറ്റിൻ്റെ പേരാണ് പാൻസോയിഡ്. ഇതൊരു ഫ്രീ സൈറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഫ്രീ ആയിട്ടുള്ള ഇൻട്രോസും പിന്നെ നമുക്ക് യൂട്യൂബിലേക്ക് വേണ്ട നമ്മുടെ ലാസ്റ്റ് വരുന്ന കാർഡ്സ് ഇതെല്ലാം നമുക്കിതിൽ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ക്ലിപ്പ് മേക്കറിലാണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് panzoid.com ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ക്ലിപ്പ് മേക്കർ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അതിൽ ന്യൂ പ്രോജക്റ്റ് ഉണ്ട്. നമുക്ക് ആസ് യൂഷ്വൽ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലോഡ് പ്രോജക്റ്റ്, നിങ്ങൾ ഇതിനു മുമ്പ് ഒരെണ്ണം പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ കാണാവുന്ന ഇതൊക്കെ ടെംപ്ലേറ്റുകളാണ്. ഇതൊക്കെ ഓരോരുത്തർ ഇതിനു മുമ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ടെംപ്ലേറ്റ് സേവ് ചെയ്യാം. ഈ കാണുന്നതെല്ലാം ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റാണ്. ഇതൊക്കെ ഫ്രീ ടു യൂസ് ആണ്. ഇതിനു മുമ്പ് ഇത് യൂസ് ചെയ്തവർ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുകളാണ്. അത് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റിലുണ്ട്, ചെക്ക് ചെയ്യാം. ടോപ്പ് ഇത് ചെക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പോൾ ടോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ്. അതൊക്കെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നോക്കാം. അതിനകത്തുണ്ട് ഇപ്പോൾ ആരൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ടോപ്പിൽ അതൊരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ഇൻ ക്ലിപ്പ് മേക്കർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. അത് കുറച്ചൊന്ന് ടൈം എടുക്കും. ഇതൊരു 3D ഇൻ്റർഫേസ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോർണറിൽ കുറച്ച് ബട്ടൺസ് ആണ്. ആദ്യത്തെ പ്ലേ ബട്ടൺ, സാധാരണ വീഡിയോ പ്ലേ ആവും. പിന്നെ ഐൻ്റെ ബട്ടൺ കാണുന്നത് ഇപ്പം അത് പെർസ്പെക്റ്റീവിലാണ്. നമുക്കത് റെൻഡർ ചെയ്യുമ്പോൾ ഏത് ആംഗിളിലാണ് കറക്റ്റ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന ആംഗിൾ കട്ടണമെങ്കിൽ ആ കണ്ണിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ പ്ലേ ആവുമ്പോൾ ഇതുപോലെ കിട്ടും. ആ ഐ ബട്ടൺ ഓഫ് ആണെങ്കിൽ അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവില് 3D അതാണ് വരിക. ഓക്കെ, പിന്നെ സൗണ്ടിൻ്റെ ബട്ടൺ ഉണ്ട്, ഫോർവേഡ് ബട്ടൺ ഉണ്ട്. നോർമലായിട്ട് നമ്മൾക്ക് കാണുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബട്ടണുകൾ തന്നെയായിരിക്കും. പ്ലേയും ഇത് അടിയിലത്തെ ഈ സ്ലൈഡർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ മുന്നോട്ടോ ബാക്കിലോട്ടോ നീക്കണമെങ്കിൽ ഈ ഐ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാം കുറേ ബട്ടൺസ് ഉണ്ട്. അതൊക്കെ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനും യൂസ് ചെയ്യാം. പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വീഡിയോ റെസൊല്യൂഷനൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബട്ടണിൽ പോവാം. ഈ ഒരു സ്ക്വയർ ബോളിൽ കാണുന്നത് ഇത് കണ്ടോ, ഇതൊക്കെ ലെയേഴ്സ് ആണ്. നമ്മൾ ഫോട്ടോഷോപ്പിൽ കാണുന്ന പോലത്തെ ലെയറുകളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആള് ഓരോ ഗ്രൂപ്പായിട്ട് ലെയറാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആദ്യം ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചത് നമുക്ക് കാണിച്ചു തരാം. ഇതിൽ ആദ്യം നമുക്ക് പേര് ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പ് ആ നെയിം എന്നുള്ള സാധനം കണ്ടോ, അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ആരോ മാർക്ക് കൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ സൈഡും അത് എവിടേക്ക് നീങ്ങണം എന്നൊക്കെ. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ 2 ലെയർ ഉണ്ട്. അതിൽ എനിക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ അതവിടെ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും. നമുക്ക് ടൈപ്പ് ചെയ്യാം, എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിൽ. ഇപ്പം ഈ ഇൻ്റർഫേസ് ഒരു നമുക്ക് 3D ഒക്കെ അറിയുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഈസിയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഒന്നുമില്ല കണ്ടോ, ഞാൻ ഇപ്പോൾ റാറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തു, അവിടെ റീപ്ലേസ് ആയി. ഓക്കെ, അവിടെ ഒരു ലെയറും കൂടി ഉണ്ട്, അതിനും കൂടെ ചേഞ്ച് ചെയ്യണം. അപ്പോഴാണ് അത് കണ്ടോ അവിടെ ചേഞ്ച് ആയി, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. അടുത്തത് മുകളിൽ യോർ എന്നുള്ളത് കണ്ടോ, അതിനെ നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ, അത് ചേഞ്ച് ആയി. അതിൻ്റെ അടിയിൽ ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തത്. അടിയിൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണം, ഹലോ. ഓക്കെ, അതിൻ്റെ ഒരെണ്ണൂടെ ഉണ്ട്, ഹലോ. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇപ്പം ഞാൻ ഈസി ആയിട്ട് ടെക്സ്റ്റ് സംഭവം ചേഞ്ച് ചെയ്തു. ഇനി ഇതിൽ ഫോണ്ടൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എല്ലാ ഫോണ്ടും നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഫോണ്ടുകളെല്ലാം കാര്യങ്ങളെല്ലാം വന്നെടുക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും മാറ്റുന്നില്ല. ഇതിപ്പോൾ ഫോണ്ടിൻ്റെ ഹൈറ്റ്, തിക്നെസ് ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാം. ഇതൊരാൾ ഉണ്ടാക്കി വെച്ചുള്ള ടെംപ്ലേറ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറൊക്കെ മാറ്റി പേഴ്സണലൈസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഹൈറ്റ് ഞാൻ പഴയ പോലെ ഞാക്കാണ്, എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നില്ല. എനിക്ക് അത് സെയിം എഫക്റ്റ് തന്നെ കിട്ടിയാൽ മതി. ഓക്കെ, തിക്നെസ് പോട്ടെ,
ബെവൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ബെവൽ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ആ 3D ടെക്സ്റ്റിന് കുറച്ചും കൂടെ ഒരു എഡ്ജ് കേർവായിട്ട് വരും. പിന്നെ നമുക്ക് കുറച്ച് കളർ നോക്കാം. ഇതിൽ ഗ്രേ കളറാണ് കാണിക്കുന്നത് അല്ലേ മുകളിൽ, അത് ഗ്രീൻ ആക്കാം. ബേസിക്കലി എല്ലാം ചേഞ്ച് ചെയ്യാം. ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായി? കാരണം ഇതുപോലെ 3Dയിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മോഷൻ ഗ്രാഫിക്സ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് ശരിക്കും ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഈ ഒരു സൈറ്റിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം ഇൻബിൽട്ട് ആയിട്ട് അവിടെ ഉണ്ട്, ഈസി ആയിട്ട് ചെയ്യാം. അടിയിലത്തെ കളർ ഓക്കെ, സ്കൈ ബ്ലൂ, ഇതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റാറ്റ്സ് എന്ന് എഴുതിയ പേര് എഴുതിയിട്ടുള്ളതിൻ്റെയും കൂടെ റെഡ് ഓൾറെഡി ഉണ്ട്. ഗ്രേ കളറ് നമുക്ക് പച്ചയാക്കാം. ഓക്കെ, ഇതേപോലെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് ഇതിൻ്റെ ഇപ്പം ഈ ഗ്രൂപ്പ് LR എന്ന് പറയുന്നത് ലൈറ്റുകളാണ്, ഈ ലേഔട്ടിൽ കൊടുത്തിട്ടുള്ള ലൈറ്റുകളാണ്. ഇപ്പം എനിക്കതൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ പാർട്ടിക്കിൾസ്, ഈ കാണുന്ന ഈ ഡോട്ട്സ് ആണ് ഈ പാർട്ടിക്കിൾസ്. ഇപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യണമെങ്കിൽ കണ്ടോ കുറച്ചും കൂടെ ആഡായി. അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അതുപോലെ ആസെറ്റീസ് ആണ് വേണ്ടത്, ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ഓൾറെഡി ഒരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തന്നെ മോഡിഫൈ ചെയ്യാം. പ്ലേ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോങ് പെർസ്പെക്റ്റീവിലാണ്. അതിനെന്താ വേണ്ടത്? ഐ ബട്ടൺ ഓൺ ചെയ്യണം. ഇതാണ് നമ്മളുടെ റൈറ്റ് പ്ലേ. സി, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് 3Dയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കണമെങ്കിൽ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇത് അറിയാത്ത ആൾക്കാർ, അതായത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇതോടെ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ ഇതുപോലത്തെ ഇൻട്രോസ് ഉണ്ടാക്കാം. ഈ കാണുന്ന ബട്ടണൊക്കെ അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഗുഡ് ക്വാളിറ്റി, ആ ആരോ മാർക്കിൽ ഗുഡ്, എക്സ്ട്രീം ക്വാളിറ്റി ഒക്കെ ഒരുപാട് സ്ലോ ആവട്ടോ. ഗുഡ് ക്വാളിറ്റി അത് മോർ ദാൻ എനഫ് ആണ് ഓൺലൈനിൽ യൂസ് ചെയ്യാൻ. MKV ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം ഇതൊന്ന് റെൻഡർ ചെയ്യണം, കുറച്ച് ടൈം എടുക്കും, ഒരു 2 minutes. നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡും കമ്പ്യൂട്ടർ സ്പീഡും പോലെ ഇരിക്കും. ഓക്കെ, റെൻഡർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്? അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് യുവർ വീഡിയോ. റിട്ടേൺ ടു എഡിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് വീണ്ടും പോയിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കിവിടെ ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഡൗൺലോഡായി. ഓക്കെ, ഡൗൺലോഡായി. ഓപ്പൺ ചെയ്ത് നോക്കുക. MKV ഫയലാണ്, അതിപ്പോൾ എൻ്റെ ഒരു VLC പ്ലെയറിലാണ് ഓപ്പൺ ആവുക. അതിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. എത്ര സിമ്പിളായിട്ടാണ് അത് ചെയ്തത്. സി, വളരെ എളുപ്പത്തിൽ ഇതേപോലെ മോഷൻ ഗ്രാഫിക്സ് നമുക്ക് ചെയ്യാം നമ്മുടെ ചാനലിനൊക്കെ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരെണ്ണം സേവ് ചെയ്ത് കാണിച്ചു തന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. പല രീതിയിലുള്ള ടൈപ്പ് ആനിമേഷൻസ് ഇതിനകത്ത് പ്രീ ബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് നോക്കി നോക്കാം. ആദ്യം അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് വേറൊരു സ്റ്റൈലാണ്, ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ആനിമേഷനൊക്കെയാണ്. സി, കുറച്ച് നല്ല ഗ്ലിച്ച് എഫക്റ്റ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പം കാണിച്ചെന്ന പോലെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാം. സി, നെറ്റ്ഫ്ലിക്സിൻ്റെ ആനിമേഷൻ സ്റ്റൈലുണ്ട്. നൈസ്. ഓക്കെ, ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. ഇതിൽ ഓഡിയോ റെക്കോർഡായിട്ട് ഇതിനൊക്കെ നെറ്റ്ഫ്ലിക്സിൻ്റെ അതേ സൗണ്ടും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ടും കേൾക്കാം. ഓക്കെ, ബോക്സ്. അത് ചേഞ്ച് ചെയ്യണം. നെറ്റ്ഫ്ലിക്സ് മാറ്റിയിട്ട് പേര് കൊടുക്കാം. ഓക്കെ, സി, എത്ര എളുപ്പത്തിലാണ് സംഭവം ചെയ്തേ. ഇതിലിപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ
ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല പല ടെംപ്ലേറ്റ് ഉണ്ട്, അതെല്ലാം ചെയ്യാം. ഫോർട്ട്നൈറ്റ് ഗെയിമേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ സബ്സ്ക്രൈബിനായാലും ഫ്രണ്ട് ഇൻട്രോസ് ആയാലും ആ ബീറ്റ്സ് ഒക്കെ നല്ല സ്റ്റൈൽ ആൻഡ് ബീറ്റ്സോട് കൂടിയിട്ടുള്ള പല ടൈപ്പ് സാധനങ്ങളുണ്ട്. നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഒന്ന് ജസ്റ്റ് ഓരോ പ്രോജക്റ്റ് ആയിട്ട് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം. ലേ ഔട്ട് വൺസ് ഒക്കെ ഓക്കെ. യൂട്യൂബ് ചാനലുകളുടെ ലാസ്റ്റ് കൊടുക്കുന്ന കാർഡ്സ് ആണത്. അപ്പോൾ കാർഡ്സിൻ്റെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇതിലുണ്ട്. ഇതും സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഇതിൽ ആ എഡിറ്റ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പേരും ചാനലിൻ്റെ പേരും എല്ലാതുമായിട്ട് മാറ്റി വയ്ക്കാം. കിങ് കിവി ചെല്ലുക, അവിടെ സബ്സ്ക്രൈബ് ടൈപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ഈസി. ദെൻ അതുപോലെ ഇരുന്നോട്ടെ. ഓക്കെ, ഫൈൻ. ഇനിയൊന്ന് നമുക്ക് ഓക്കെ, സംഭവം ഈസിയാണ്. നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് ടെംപ്ലേറ്റുകൾ ഒരുപാടുണ്ട് ഇതിൽ, എല്ലാതും കയറി നമുക്ക് തുറക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നോക്കുക, തുറക്കുക, ചേഞ്ച് ചെയ്യുക, യൂസ് ചെയ്യുക. ഇതിൽ വേറൊരു ഓപ്ഷനും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രം സ്ക്രാച്ച് ഇപ്പം ഇതെല്ലാം ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, നമുക്ക് ഫ്രം സ്ക്രാച്ച് ഒരെണ്ണമാണെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും ഇതിൽ. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇതിൽ വന്ന് കിടക്കും, ആൾക്കാർ ഡൗൺലോഡ് ചെയ്യും, യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമുക്കുള്ളതായിട്ടൊരു ഐഡൻറ്റിറ്റി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, ന്യൂ പ്രോജക്റ്റിൽ പോവുക. ഇപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഈ സൈഡിൽ കാണുന്ന ബട്ടൺസ് എല്ലാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, വീഡിയോൻ്റെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം ആ ബട്ടണിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മൂഡ് എങ്ങനെ വേണം, അതായത് ഔട്ട്ഡോർ വേണോ, ഇതൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാം. കണ്ടോ, ഡാർക്ക്, ഫുൾ മൂൺ, പല ടൈപ്പ് ഉണ്ട്, സൺസെറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഈ സ്ക്രീനിൻ്റെ കൺട്രോൾ മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ലെഫ്റ്റ് മൗസ് ബട്ടൺ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യാം. റൈറ്റ് മൗസ് ബട്ടൺ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. സ്ക്രോളർ ബട്ടൺ വെച്ചിട്ട് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്യാം. ഓക്കെ, അത് നോർമൽ സാധാരണ സോഫ്റ്റ്വെയർസിൽ ഉണ്ടാവുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് മൗസ് അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ആഡ് ഒബ്ജക്റ്റ്, ഷേപ്പ്, ടെക്സ്റ്റ്, മോഡൽ, ലൈറ്റ്, പാർട്ടിക്കിൾസ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് ഒരു ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് അവിടെ വന്നു, അതിൽ ചെല്ലുക, ക്ലിപ്പ് മേക്കർ മാറ്റുക, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം, സൈസുകൾ സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു ഫോണ്ട് എടുക്കാം. ഓക്കെ, ഇതിൽ സിംഗിൾ കളർ വേണോ, മെറ്റൽ, വുഡ്, ബ്രിക്ക്, പല പല കളേഴ്സ് ഉണ്ട്. മെറ്റാലിക് ഫിനിഷ് കൊടുക്കാം, ഒരുപാടുണ്ട് ഓപ്ഷൻ. നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ സാധനം ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, സെൻറ്റർ വേണോ, ബോട്ടം വേണോ, അതൊക്കെ സെലക്ട് ചെയ്യുക അതിൽ. ഇനി നമുക്ക് ടെക്സ്റ്റിന് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പല ടൈപ്പ് എഫക്റ്റുകളുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഐ ബട്ടൺ ഞെക്കണം കേട്ടോ, അപ്പോഴാണ് നിങ്ങൾക്ക് എഫക്റ്റ് അതിൽ അപ്ലൈ ആയത് കാണാൻ സാധിക്കുക. വേറെ ഏതൊക്കെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ. നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഗ്ലിച്ച് എഫക്റ്റ്. ഓക്കെ, ഗ്ലിച്ച് ആഡായി. ഓക്കെ, ഓണാണ്. അതിൻ്റെ ഇത് ഗ്ലിച്ചിൻ്റെ കുറച്ച് ഇതൊക്കെ വേണമെങ്കിൽ കൂട്ടാം നമുക്ക്. ഓക്കെ, ഇത് ക്യാമറയുടെയൊക്കെയാണ്. ഇപ്പം അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ക്യാമറയുടെ സ്റ്റൈൽ മാറ്റാം.
ഓഡിയോ, നിങ്ങൾക്ക് ഓഡിയോ ഫയൽസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇത് അവരുടെ ഫീഡ്ബാക്ക് ബട്ടണാണ്. നമുക്ക് വല്ല സജഷൻസ്, ഈ ആപ്പ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള വല്ല സജഷൻസിനെ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്കൊരു ഐഡിയ തോന്നുകയാണെങ്കിൽ കൊടുത്തേക്ക്. എന്തായാലും ഒരു ഫ്രീ ആയിട്ടൊരു സൈറ്റൊക്കെ തരുന്നതല്ലേ. ഓക്കെ, നമുക്കിത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എഫക്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ഗ്ലിച്ച് എഫക്റ്റ് ഒക്കെ ഇതിൽ കയറി വർക്കായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിപ്പോൾ റഫിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫ്രം സ്ക്രാച്ച് ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ലൈറ്റുകൾ ആഡ് ചെയ്യാം, പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാം, ടെക്സ്റ്റിന് ഇഷ്ടമുള്ള എഫക്ട്സ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ ഓരോരോ എഫക്റ്റും ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ആ എഫക്റ്റിൻ്റെ യൂസ്. ഇപ്പോൾ ഫിഷ് ഐ ആഡ് ചെയ്യുമ്പോൾ കണ്ടോ ഫിഷ് ഐ എഫക്റ്റ് വരുന്നതും. അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനത്തെ സ്റ്റൈലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് റെൻഡർ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലോ യൂട്യൂബിലോ ട്വിച്ചിലോ ഫേസ്ബുക്ക് പേജിലോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻട്രോ നിങ്ങളുടെ ഏതൊരു മീഡിയത്തിലും നിങ്ങൾക്കത് സുഖമായിട്ട് യൂസ് ചെയ്യാം, ആരുടെയും സഹായം ഇല്ലാതെ, അതും ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ അടുത്ത് അറിയണവരോടത്തൊക്കെ അത് ചോദിച്ച് ഇതോരം ഉണ്ടാക്കി തരുമോ, അത് ചോദിക്കുന്നതിനേക്കാളും ഈസി അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഉപകാരമായിട്ട് ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സും ട്യൂട്ടോറിയൽസും ടെക് ടോക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. See you then on next video.